മാജിക് അവനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു വ്യത്യസ്തമായ എന്താ പറയുക, ഇന്ത്യക്ക് പുറത്തുള്ളൊരു വിഭവമാണ് തയ്യാറാക്കിയത്. ഒരു പേസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ അത്തരം കാര്യങ്ങൾ, പൈസ്, പിന്നെ ചീസ് കേക്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്ത്യൻ അല്ലല്ലോ. അത് നമ്മൾ കടമെടുത്തതാണ് വിദേശത്തു നിന്നും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോപ്പുലറായിട്ടുള്ള വിഭവങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മൾ തനി നാടനിലേക്ക് പോകാൻ പോവാണ്. തനി നാടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇതിലൊരു പ്രധാന പലഹാരം പഴംപൊരിയാണ്. നമ്മളുടെ 4 മണി പലഹാരങ്ങളിൽ പഴംപൊരി ഒരു മസ്റ്റാണല്ലോ. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന പഴംപൊരി, പരിപ്പ് വട, ഉഴുന്നുവട, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ, ഉണ്ടാമ്പൊരി. ഇതെല്ലാം നമ്മുടെ സാധാരണ ചായക്കടകളിലും കിട്ടുന്ന കാര്യങ്ങളാണ്. നാട്ടിൻ പുറങ്ങളിൽ പോയാലും ഏറ്റവും നല്ല നാടൻ ഏത്തപ്പഴത്തിൽ ചെയ്യുന്ന പഴംപൊരിയൊക്കെ നല്ല പാകത്തിന് പഴുത്തത്, എന്ത് ടേസ്റ്റ് അറിയോ. അപ്പോൾ പഴംപൊരി ഇതിന് മുന്നേ മാജിക് അവനിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ വ്യത്യാസം അല്ലേ? അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ ഞാനൊരു ഡിഫറെൻ്റായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. ഒരു വെറൈറ്റി, പഴംപൊരിയിലൊരു മാറ്റം. അപ്പോൾ ഇതൊരു സാധാരണ പഴംപൊരിയല്ല, ഇത് പഴംപൊരിയാണ്. പഴംപൊരി എന്താ സാധനം അല്ലേ? പപ്പടവും പഴവും കൂടി ചേർന്ന് വരുന്നൊരു പഴംപൊരി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി പഴുത്ത ഏത്തപ്പഴം 4 വലുത് അല്ലെങ്കിൽ 5 ഇടത്തരം, ഏകദേശം 1 കിലോ. പപ്പടം 8 മുതൽ 10 എണ്ണം വരെ ആകാം. മൈദ മാവ് 1.5 കപ്പ്, ഇഡ്ഡലി മാവ് 1/2 കപ്പ്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം 1 കപ്പും ഒരല്പവും കൂടി, ഉപ്പ് 1 നുള്ള, എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഇത് നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ പഴം ഇങ്ങനെ നീളത്തിന്, ഓരോ ഏത്തപ്പഴവും 2ആയിട്ട് മുറിച്ചിട്ട്, കുറുകെ മുറിച്ചിട്ട്, നെടുകെ നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ചെയ്യാം. വേണമെങ്കിൽ ഒരു ഫുൾ ഏത്തപ്പഴം ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ അതേ നീളത്തിന് തന്നെ ഖനം കുറച്ച് നീളത്തിൽ അരിയാനും ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ മാവ്, ഇത് 1.5 കപ്പ് മൈദ മാവ്, 1.5 കപ്പ് മൈദ മാവും അതിലേക്ക്, ഇത് വ്യത്യാസമാണ്, ഇത് പപ്പട പഴംപൊരിയാണ്, അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ: ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെന്താണ്, കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അത് ഞാൻ അളന്ന് വെച്ചതാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തു. ഇനി കുറച്ച് ഉപ്പ്, ഒരു ചെറിയ നുള്ളുപ്പ്. പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതും അളന്ന് വെച്ചതാണ്, 1/2 കപ്പ് ഇഡ്ഡലി മാവ്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത് നല്ല കുറുകിയൊരു ബാറ്ററായിട്ടാണ് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പും കുറച്ചുകൂടി വെള്ളമുണ്ട്, ആവശ്യാനുസരണം നമുക്ക് നോക്കാം. വെള്ളം ഒഴിക്കാം, കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ കലക്കിയെടുത്താലേ ശരിയാവുള്ളൂ. തവി വെച്ച് ചെയ്യുന്ന പോലെയല്ല, വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾ നമ്മളുടെ കൈയാണ് ഏറ്റവും നല്ല മിക്സിംഗ് ആയുധം. ഇങ്ങനെ ആദ്യം ഒന്ന് കലക്കുന്നു, നല്ല കട്ടി. എന്നിട്ട് ഇനിയാണ് നമ്മളുടെ ഇത് പപ്പടപ്പഴം പൊരിയായി മാറുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യണം, മാവൊന്ന് കട്ടിക്ക് കലക്കിയല്ലോ. 10 പപ്പടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് 2 ആയിട്ട് ഇങ്ങനെ ഇതിലേക്ക് മുറിച്ചിടാം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനുള്ളിലേക്ക് ഇടണം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ കീറിയിട്ടാൽ മതി. എല്ലാം പരീക്ഷണങ്ങളാണല്ലോ. കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ പറ്റുന്നത് പോലെ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ച്. ഈ 8 മുതൽ 10 എണ്ണം വരെ ആകാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ പഴംപൊരി കഴിക്കുമ്പോൾ
ഭയങ്കര സ്വാദാണ്. ഇടയ്ക്കിടയ്ക്ക് ആ പപ്പടത്തിൻ്റെ പീസും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നും. ഒരു ചെറിയൊരു ഈ മധുരത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ഉപ്പ് രസം, അതൊരു സ്വാദല്ലേ. പപ്പടവും അതെന്താ പറയുക, ബീഫ് ഫ്രൈയും പിന്നെ ഇത് പഴംപൊരിയും കൂടെ ചേർത്ത് കോമ്പിനേഷനുള്ള ചില ഷോപ്സ് ഉണ്ട്. അത് ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എരിവും മധുരവും ഉള്ളൊരു കോമ്പിനേഷനാണ്. അത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഒരു ചേഞ്ചാണ്. കാര്യം പഴംപൊരിക്കൊരു മധുരമാണ്, അതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ കുറച്ച് പപ്പടം കൂടി ചേർക്കുമ്പോൾ അതിനൊരു ചെറിയൊരു ഉപ്പ് രസം കൂടി കൂടും. അപ്പോൾ വേറൊരു രസമായിട്ട് പപ്പടത്തിന് പപ്പടത്തിൻ്റേതായ ഒരു സ്വാദുണ്ടല്ലോ, അതും കൂടി ചേർന്ന് വരും. അപ്പോൾ 8 or 10 പപ്പടമാണ് ഇനി ചേർക്കുന്നത്. ഞാനിപ്പോൾ 10 എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ചേർക്കാമെന്ന് വിചാരിച്ചു. 8 ആയാലും മതി. ഒരുപാടായ അവസാനം പപ്പടം മാത്രമേ കാണുള്ളൂ, പഴം കാണില്ല. പപ്പടം അപ്പോൾ പപ്പടപ്പഴംപൊരി മാത്രമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 8 മതി. എനിക്ക് തോന്നുന്നു നിറച്ചുണ്ട്. 8 ഇട്ടപ്പോൾ തന്നെ ധാരാളമായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരല്പസമയം മാറ്റി വയ്ക്കണം. ഈ പപ്പടത്തിൻ്റെ പീസസൊക്കെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആകാനായിട്ട്. ഇനി നമ്മളുടെ പപ്പട പഴംപൊരി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി അടുപ്പ് കത്തിക്കാം. ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം എണ്ണ, വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായി, നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. പിന്നെന്താ, നമ്മുടെ മാവും കറക്റ്റായിട്ട് നല്ല പൊലിഞ്ഞ് വരുന്നിട്ടുണ്ട്. കണ്ടില്ലേ, പപ്പടമൊക്കെ നല്ല കുതിർന്ന് കിടക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോന്നായിട്ട് ഓരോ പീസും നമ്മളിങ്ങനെ മാവിൽ മുക്കി, പപ്പടത്തിൻ്റെ പീസും കൂടെ ഇതിനകത്തേക്കൊക്കെ വരും. ഇതിലിങ്ങനെ പൊതിഞ്ഞ് എടുക്കുമ്പോൾ ഓരോന്നായിട്ട് എണ്ണയിലിടാം. ആ ഇടുന്ന കൂട്ടത്തിൽ പപ്പടമൊക്കെ അതിലിങ്ങനെ പൊതിഞ്ഞ് വരും. പപ്പടം ഇതിൻ്റെ കൂടെ ഇങ്ങനെ യോജിച്ചിരിക്കുമല്ലേ. ഇപ്പോൾ നമ്മളുടെ പപ്പട പഴംപൊരി പാകത്തിന് മൂത്ത് തുടങ്ങി. മൂപ്പനുസരിച്ച് നമ്മൾ ഇട്ടതിൻ്റെ അനുസരിച്ചിട്ടാണ് മൂക്കുന്നത്. ആദ്യം വന്നത് ആദ്യം മൂക്കും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. പിന്നെ പഴംപൊരിക്ക് ഒരു മഞ്ഞ നിറം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം കടയിലൊക്കെ ചിലപ്പോൾ യെല്ലോ കളറിലേക്ക് ഇട്ട്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. യെല്ലോ കളർ ചേർക്കണമെന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഒരു നാച്ചുറൽ കളർ എന്താണോ അത് മതി. ഞാൻ എന്തായാലും കളറൊന്നും ആഡ് ചെയ്തില്ല, ചേർത്തില്ല. നല്ല കരികരിപ്പായിട്ട് എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല പാകത്തിന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, എണ്ണ നല്ല ചൂടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പഴംപൊരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഒന്ന് ക്രമീകരിക്കുക. അപ്പോൾ ഈ ചൂട് എപ്പോഴും ഒരേപോലെ റീറ്റെയിൻ ചെയ്യാൻ നോക്കണം. അതിൻ്റെ ഒരു കണക്കിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞാൽ എണ്ണ കുടിക്കും, കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാണൊരു ടെക്നിക്ക്. എപ്പോഴും നമ്മൾ വറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം റെഡി. ഇനി ബാക്കി ഇരിക്കുന്നതും ഇതേ മാവിൽ വെച്ച് തന്നെ മുക്കി ഇതിനകത്തേക്ക് ഇടാം.
അപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഴം നല്ല പഴുത്തതാണെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ എന്തായാലും. അതെപ്പോഴും അങ്ങനെയാണ്. പഴംപൊരി ആയിട്ട് പ്ലെയിൻ പഴംപൊരിക്കാണെങ്കിലും അങ്ങനെ പഴുത്ത് കിട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ പഴത്തിൻ്റെ മധുരവും പപ്പടത്തിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും ഒരു ചെറിയ ഉപ്പും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് നമുക്ക് വറുത്ത് കഴിക്കാം. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന പപ്പട പഴംപൊരിക്കുള്ള കാര്യങ്ങൾ ഞാൻ വറുത്തെടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ അവസാനത്തെ പപ്പട പഴംപൊരിയും ഞാൻ വറുത്ത് കോരി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല മുരുമുരാന്നുള്ള ക്രിസ്പി ആയിട്ടുള്ള, അകത്ത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള, പപ്പടത്തിൻ്റെയും കൂടെ സ്വാദുള്ള പപ്പടം പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാക്കിയ മെത്തേഡ് കണ്ടല്ലോ. അപ്പോൾ ഞാനിതിലൊരു 1/2 കപ്പ് ഇഡ്ഡലി മാവ് മാത്രമേ ചേർത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം പുളി ഇല്ലാത്ത മാവാണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം, കുറച്ചുകൂടി സ്വാദ് കൂടുള്ളൂ. പക്ഷെ ഒരുപാട് പുളിച്ച മാവാണെങ്കിൽ വേണ്ട, 1/2 ചേർത്താൽ മതി. അധികം പുളിയില്ലാത്ത ഇഡ്ഡലി മാവോ ദോശമാവോ ഉണ്ടെങ്കിൽ 1 കപ്പ് വരെ ആകാം. മധുരം ഇത് തന്നെ മതി, 4 ടേബിൾ സ്പൂൺ മതി. പഴത്തിനും നല്ല മധുരമല്ലേ. പപ്പടം 10 വരെ ആകാം. അപ്പം നല്ല രീതിയിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാൻ മറക്കരുത്. അപ്പോൾ എണ്ണ ഒന്നും കുടിക്കില്ല. ഇത് വെളിച്ചെണ്ണയിലും ആണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കാൻ പറ്റുകയാണ്. അപ്പോൾ മലയാളിക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പഴംപൊരി എന്ന് പറയുന്ന കാര്യം. പഴംപൊരി എല്ലാവരുടെയും ഒരു ഫേവറേറ്റാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ വലിയ ഫേവറേറ്റാണ് പഴംപൊരി. അപ്പോൾ പരിപ്പ് വട, പഴംപൊരി, ഇതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിക് വിഭവങ്ങളാണ്. പണ്ട് തൊട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കടകളിൽ വാങ്ങാനും കിട്ടും, പക്ഷേ കൂടുതൽ ആൾക്കാർ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒരു കടിയായിട്ട് പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ രീതിയിൽ പപ്പടവും പഴവും കൂടി ചേർന്നൊരു പപ്പട പഴംപൊരി തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു എളുപ്പ വിഭവമാണ്. ഇതൊരു സ്പെഷ്യൽ വിഭവമാണ്. ഇതിൻ്റെ പേര് തന്നെ പാച്ചോറ് എന്നാണ്. പാച്ചോറ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തോന്നും പാല് ചേർത്തുണ്ടാക്കുന്ന ഒരു ചോറ്. അല്ല, പാച്ചോറ് എന്ന് പറഞ്ഞാൽ ഇതിൽ പയറാണ് ഉദ്ദേശിക്കുന്നത്. പയറിൻ്റെ പായും ചോറും, പാച്ചോറ്. അപ്പോൾ ഈ പാച്ചോറ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല പോഷകപ്രദമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. പച്ചരി 1/2 കപ്പ്, പയറ് 1 കപ്പ്, ശർക്കര ചീകിയത് 1 കപ്പ്, കരിപ്പെട്ടി ചീകിയത് 1 കപ്പ്, വെള്ളം 1 കപ്പ്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, നെയ്യ് 4 ടേബിൾ സ്പൂൺ, 6 ഏലക്കയും 1 ടീസ്പൂൺ ജീരകവും ഒന്നിച്ചാക്കി പൊടിച്ചെടുത്തത്. അപ്പോൾ നമുക്കിനി പാച്ചോറ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ പാച്ചോറിന് പ്രധാനമായിട്ട് വേണ്ടത് പച്ചരി 1, അതിലും പ്രധാനമായിട്ട് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് പച്ചരി ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ചെറുപയർ, 1 കപ്പ് ചെറുപയർ. അപ്പോൾ അത് നേരത്തെ നമ്മളിങ്ങനെ വേവിച്ച് വയ്ക്കണം. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ചോറ് നന്നായിട്ടൊന്ന് വേകണം. 1/2 കപ്പ് പച്ചരി വേവിച്ചത്, ഇത് 1 കപ്പ് ചെറുപയർ വേവിച്ചത്. പക്ഷേ ഇതങ്ങനെ വെന്ത് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആകരുത്, പാകത്തിന് വെന്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ആദ്യമേ തന്നെ റെഡിയാക്കി വയ്ക്കുക. പിന്നെന്താ, ഇനി ബാക്കി കാര്യങ്ങൾ. ഇതിൽ ശർക്കരയും കരിപ്പട്ടിയും കൂടി മിക്സാണ്, പകുതി ഈക്വൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ 1 കപ്പ് ശർക്കരയും 1 കപ്പ് കരിപ്പട്ടിയും ചീക്കിയത്, അതും റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ കരിപ്പട്ടിയും ശർക്കരയും കൂടി ഒന്നിച്ചാക്കി 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അലിയിക്കണം. അപ്പോൾ നമുക്കിനി ശർക്കരയും കരിപ്പട്ടിയും ഒന്നിച്ചാക്കി ഉരുക്കാം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ശർക്കര ഇത് 1 കപ്പ് ചീകിയത്, അതുപോലെ കരിപ്പട്ടിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് അല്ലേ, അത് 1 കപ്പ്, ഇതിനോടൊപ്പം 1 കപ്പ് വെള്ളം. നന്നായിട്ടൊന്ന് ഉരുകട്ടെ. അടുപ്പ് കത്തിച്ചു കൊടുക്കാം.
കരിപ്പട്ടിയും ശർക്കരയും കൂടി ചേർന്ന് നന്നായിട്ട് അലിഞ്ഞ് നല്ലതായിട്ട് തിളച്ച് പൊങ്ങുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് ചൂട് കെട്ടിയുള്ള മറ്റൊരു പാത്രം, അതിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. എന്തായാലും ശർക്കരയിലും കരിപ്പട്ടിയിലും ഒക്കെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അഴുക്കോ എന്തെങ്കിലും പൊടിയോ ഒക്കെ. അപ്പോൾ അതൊന്ന് പോകണം. അത് ആദ്യത്തെ കാര്യം. എല്ലാ ഇംപ്യൂരിറ്റീസും നമ്മൾ അരിച്ചു മാറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിച്ചോറ്, ഇത് അരക്കപ്പ് പച്ചരി വേവിച്ച് നന്നായി വേവിച്ചാണ്. അപ്പോൾ ഇച്ചിരി ഒരു എന്താ പറയുക, എൻ്റെ ചാറോട് കൂടി, ഒരുപാട് ചാറൊന്നും വേണ്ട, പക്ഷെ ഭയങ്കര ടൈറ്റായിട്ട് എടുക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. കഞ്ഞിയാണോ എന്ന് വെച്ചാൽ കഞ്ഞിയല്ല, ഇച്ചിരി കുറച്ചൊരു ഈർപ്പം ഉണ്ടാകും. അതാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പായസം പോലെ തോന്നുന്നു അല്ലേ കണ്ടിട്ട്? പായസം അല്ല കേട്ടോ, മധുരമാണ്. ഈ ഒരു പാച്ചോറ് എന്ന് പറഞ്ഞ വിഭവം തിരുവിതാംകൂർ ഭാഗത്തൊക്കെ കുറച്ച് പോപ്പുലറായിട്ടുള്ള, ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അതായത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ഏരിയാസ്. ഒരുപാട് നല്ല നല്ല വിഭവങ്ങളുള്ള സ്ഥലമാണ് തിരുവിതാംകൂർ. പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സ്വാദുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ തലശ്ശേരിയെക്കുറിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും തിരുവിതാംകൂറിനെ കുറിച്ച് തോന്നുന്നത്. ആ ഭാഗത്തൊക്കെ ഉള്ള നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര രസമാണ്. ഇത് പാച്ചോറും ഏതാണ്ട് ആ ഭാഗത്തൊക്കെ വളരെ പോപ്പുലറാണ്. അപ്പം അരി അരക്കപ്പായിരുന്നു, പയറ് 1 കപ്പായിരുന്നു. അപ്പോൾ ഡബിളാണ് ക്വാണ്ടിറ്റി. ഇതൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചോറിലൊക്കെ പിടിച്ച് വരട്ടെ, ഒന്ന് വരണ്ട് വരുന്ന ആ ഒരു സമയം ചെറുതായിട്ട്, ഒരുപാടാവണ്ട. അപ്പോൾ നമ്മൾ പയറും കൂടി ചേർക്കണം. അപ്പോൾ ഈ ചോറും ശർക്കരയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കൊഴുത്ത് വരുന്ന ആ ഒരു പാകത്തിൽ, ഈ ഒരു സമയത്ത് വരണ്ടങ്ങനെ വരണ്ട, ഒന്ന് കൊഴുത്താൽ മതി. അതായത് നമുക്ക് തിളച്ചിങ്ങനെ നന്നായിട്ട് ആ ചോറിൽ മധുരമൊക്കെ പിടിച്ച് വരുന്ന ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഡബിൾ ക്വാണ്ടിറ്റിയാണ് ചെറുപയർ. അരി അരക്കപ്പ് അരിയാണ് വേവിച്ചത്, ചെറുപയർ 1 കപ്പാണ് വേവിച്ചത്. വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അരക്കപ്പ് പച്ചരി വേവിച്ചപ്പോൾ ഏതാണ്ട് ഒരു 2-2.5 കപ്പോളം ഉണ്ടായിരുന്നു. അതിനെക്കാട്ടിലും ഡബിൾ ഉണ്ടാകും, ഏകദേശം ഒരു 3-3.5 കപ്പോളം ഉണ്ടായിരുന്നു. 4 കപ്പ് അടുപ്പിച്ചുണ്ടായിരുന്നു പയർ, 3-3.5 കപ്പ് എന്ന് പറയാം. എന്തായാലും അതിൻ്റെ വേവിക്കുന്നതിന് മുമ്പുള്ള പാകം എന്ന് പറയുന്നത് 1 കപ്പ് പയറും അരക്കപ്പ് പച്ചയും. അത് ഫോളോ ചെയ്താൽ മതി. അതും കൂടി ചേർത്തു. ഇതിലേക്ക് തേങ്ങ എത്രത്തോളം ഇട്ടാൽ അത്രത്തോളം സ്വാദ്. അപ്പോൾ ഇതൊരു 1.5 കപ്പോളം തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളച്ച് പെട്ടെന്ന് തന്നെ ടൈറ്റാകും. തിളച്ച് ഒന്നുകൂടി ഒന്ന് വെന്തൊന്ന് ടൈറ്റായി പറ്റും. അപ്പോൾ ഇനി കുറച്ചൊന്ന് ടൈറ്റായി അതിൻ്റെ വെള്ളം ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ, ഒന്ന് കുറുകി വരുമ്പോൾ കുറച്ച്, ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പകുതി ചേർക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ അതിങ്ങനെ ശരിയാണ്. അതായത് ഈ ശർക്കര വീണ്ടും കിടന്നൊന്ന് തിളയ്ക്കുമ്പോൾ ആ പാനി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ആ പയറിലേക്കും കൂടെയൊക്കെ പിടിച്ച് തേങ്ങയിലും പിടിച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് റെഡിയായി വരും. ഇത് പായസമല്ല, ആ ഐറ്റം അല്ല. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഞാൻ ലാസ്റ്റ് പറയാം എന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാച്ചോറ് ഇവിടെ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു, നന്നായിട്ട് ഡ്രൈ ആയി. ഈ ഒരു പാകത്തിലാകുമ്പോൾ ആദ്യം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചോറ് ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല, 1. 2, അതിലൊരുപാട് വെള്ളം പാടില്ല. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഊറ്റിയിട്ട് ആ ചോറ് ഉപയോഗിച്ചാൽ മതി. പയറും ആവശ്യത്തിനേ വേകാവുള്ളൂ, വെന്ത് കുഴയാൻ പാടില്ല. എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും വറ്റിക്കിട്ടാൻ. പിന്നെ ചോറ് ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല. അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നൊന്നും മാറ്റാം. വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച്
ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കാം. ഈ നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാം കൂടി ചേർത്ത് ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് പറഞ്ഞു. പക്ഷേ ഇത് പൊതുവേ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ആരോഗ്യത്തിന് നല്ല കാര്യം. കരിപ്പട്ടിയുണ്ട്, പയറുണ്ട്, അപ്പോൾ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നെയ്യുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം, അത്ര വേണ്ട. ഒരു ടേബിൾ സ്പൂണിൽ വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഇതിലൊഴിച്ച നെയ്യ് ഒഴിവാക്കിയിട്ട് ഈ അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഇനി നമ്മൾ താളിച്ചിടുന്ന കാര്യം ചെയ്യുക. അപ്പോൾ താളിക്കൽ എന്ന് പറയുമ്പോൾ ഒരു 4, 5, 6 ഏലക്ക, അതും 1 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. നല്ല ജീരകം ഒന്ന് വറുക്കുക. അവസാനം വറുത്ത് പാകത്തിന് മൂക്കാറാവുമ്പോഴേക്കും ആ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്ത് ഏലക്ക ജീരക മിശ്രിതമാണിത്. ഇത് ഈ നെയ്യിലിട്ടൊന്ന് വറുത്ത് ആ നെയ്യും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കും. നെയ്യ് ചൂടായി തുടങ്ങി. നല്ല സ്ട്രോങ് ജീരകത്തിൻ്റെയും ഏലക്കയുടെയൊക്കെ ഒരു മണം. മതി, തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നല്ലൊരു മണം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കും, എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇത് പായസമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഇതങ്ങോട്ട് മാറ്റുന്നു. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ ഇതിനെ അതിൻ്റെ പാട്ടിന് വിടുക. കാര്യം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ, നന്നായിട്ട് തണുക്കട്ടെ. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് തണുക്കുമല്ലോ. തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റാകും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് കഷ്ണങ്ങളായിട്ട് എടുക്കാൻ സാധിക്കും, കിണ്ണത്തപ്പമൊക്കെ പോലെ. അപ്പോൾ ആ രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത നേരത്തെ തന്നെ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് തണുത്ത പിന്നെ പാച്ചോറ് ഇവിടെ ഉണ്ട്. അത് ഞാൻ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മളുടെ പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. കണ്ടല്ലോ, കിണ്ണത്തപ്പം പോലെ ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് പപ്പട പഴംപൊരിയാണ്. അതും വളരെ സ്വാദുള്ളൊരു കാര്യമാണ്, വളരെ നാടനായിട്ടുള്ളൊരു വിഭവം. രണ്ടാമത് കാണിച്ച പാച്ചോറും അതുപോലെ തന്നെ നാടൻ വിഭവമാണ്. അപ്പോൾ ഇത് 2 കാര്യങ്ങളും തയ്യാറാക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.